ഞാൻ നേരത്തോണ്ടിരിക്കാം കാറിലിരുന്ന് ഞാൻ അറിയുന്നുണ്ട്. ഹലോ, ഇന്ന് ഞാനൊരു സൺഡേ ഫ്രീ സൺഡേ എങ്ങനെയാണ് പോകുന്നത് കാണിച്ചു. ഇന്ന് എൻ്റെ ഒരു ബിസി വർക്കിംഗ് ഡേ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സീ. എനിക്ക് 2:30 പോകേണ്ടത്. അപ്പം ഇനി അതിന് എനിക്ക് വലിയ അറേഞ്ച്മെന്റ് ഒന്നും വേണ്ട. എൻ്റെ കൂടെ പോകേണ്ട ടീം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാം. 2:30 ഞാൻ ഫ്രീ ആണ്. ഞാൻ ഹലോ മമ്മി കണ്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ബ്രേക്ക് എടുത്ത് അപ്പം ബാക്കി കണ്ടിന്യൂഷൻ കാണും. ഞാൻ ഓൾറെഡി കണ്ടപെടാം, പക്ഷേ കോമഡി സീക്വൻസ് മാത്രം പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. മലയാള പടത്തിൽ ചില റിപ്പീറ്റ് വാല്യൂ ഉള്ള ചില കോമഡി സീൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഹലോ മമ്മിയുടെ ചില സീൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഹലോമിക്ക് പിന്നെ എനിക്ക് പേഴ്സണലി റിലേഷൻ ഉണ്ട്. കാരണം ഹലോമിന്റെ റിവ്യൂ കിട്ടിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരുന്ന ഒരു വീഡിയോ ഹലോമിന്റെ റിവ്യൂ വീഡിയോ ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടെ കണ്ടോണ്ടിരിക്കും. പിന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം. നമുക്കൊരു ഫോട്ടോഷൂട്ട് അല്ല, ഒരു വീഡിയോ ഷൂട്ടാണ്. നമ്മുടെ ഒരു ക്ലയന്റിന്റെ എൻറ്റർ ബിൽഡിംഗ് നമുക്ക് ഷൂട്ട് ചെയ്യണം. പിന്നെ അതിന്റെ പ്രൊഡക്റ്റ് ഷോക്കേസിംഗ് വീഡിയോ, കുറച്ച് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് ഒക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് വരണം. സോ നമ്മൾ അവിടെ പോകുന്നു, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അത് എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുന്നു. ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ വരുന്നത്. പക്ഷെ എനിക്ക് ഷൂട്ടിംഗ് ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അത് ക്ലൈന്റ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ബാക്കിയുള്ള നമ്മുടെ അറേഞ്ച്മെന്റ്സ്, നമ്മുടെ ടീമിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിക്കാം. വേർതിരിക്കണം വെള്ളം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ കൂടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് വയറത്ര ഒരു ഓക്കെ അല്ല. സോ അതുകൊണ്ട് ഞാനും വല്ല ചെറുതായിട്ട് ജ്യൂസോ എല്ലാതും കുടിക്കാം. വാട്ടർമെലൻ്റെ ജ്യൂസോ അങ്ങനെ വാട്ടർമെലൻ പീസസ് ആയിട്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പോയിട്ടില്ല, എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവരത് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ സമയം ലേറ്റ്, എല്ലാം ലേറ്റ്. 2:30 ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോണത്. നൈറ്റ് പോണതിന് മുന്നേ നമുക്ക് ഷൂട്ട് കംപ്ലീറ്റ് ആക്കണം. എന്താ ഞാനെല്ലാം ക്യാമറ, ഗോപ്രോ, ഐഫോൺ, അങ്ങനെ നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് പോകുന്നത്. എല്ലാ ടൈപ്പും നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. വീഡിയോസ് ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്, പിന്നെ അങ്ങനെ എല്ലാം നമുക്ക് സെറ്റാക്കിയിട്ട് വരണം. അപ്പോൾ ഒറ്റൊരു പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു പ്രൊഡക്ഷന് പോകുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന എല്ലാ ഔട്ടും പറ്റുന്ന രീതിക്ക് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദാറ്റ്സ് ദ പോയിന്റ്. സോ ഞാൻ വേർത്തോണ്ടിരിക്കാം കാറിലിരുന്ന് ഞാൻ അറിയുന്നുണ്ട്. അവർ ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഏസിയിൽ അറൗണ്ട് 1.5K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. റീസെന്റ് പോയ 3 വീഡിയോസിന് 10K മേലൊക്കെ ഉണ്ട്. ബേസിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. വലിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഹൈവേ സെറ്റായി ഗൈസ്. നല്ല സുഖമായിട്ടുള്ള യാത്രയാണ്. നമ്മൾ കുറെ കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ഹൈവേ സെറ്റായപ്പോ നല്ല സുഖത്തിൽ പോവാം. അങ്ങനെ ലക്കിയുടെ യുദ്ധങ്ങളെല്ലാം തുടങ്ങി. ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ വണ്ടി ശരിയാക്കി ഒരു ചായ ഒക്കെ കുടിച്ച് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങും. സോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള സൺഡേയും ഞാൻ ഗുരുവായി കാണിച്ചിട്ടുണ്ട്. ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഡേയും എന്റെ എങ്ങനെ പോകുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ലക്കി.